എല്ലാവർക്കും ഇഗ്നു ലേണേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നമുക്ക് ഇനി നോക്കാനുള്ളത് പെർസ്പെക്റ്റീവ്സ് ഓൺ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഒന്നുകിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, അല്ലെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക ഈ പറയുന്ന പെർസ്പെക്റ്റീവ്സിൽ നിന്നാണ്. അപ്പൊ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പെർസ്പെക്റ്റീവ്സ് ചോദിക്കുമ്പോൾ നമ്മൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുക. നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ എഴുതിയതിന് ശേഷം നമ്മൾ എന്തിലോട്ട് വരിക, പെർസ്പെക്റ്റീവ്സിലോട്ട് വരിക. ഞാൻ ചുമ്മാ ചെറിയൊരു എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വലുതായിട്ട് കൊടുത്തിട്ടില്ല, കാരണം നമ്മൾ ഓൾറെഡി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിച്ചതുകൊണ്ട് അത് തന്നെ അതിലെ പോയിന്റ്സ് തന്നെ നമുക്ക് ഇവിടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എങ്കിലും ഞാൻ കുറച്ച് ഒരു 2 പോയിന്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇതിൽ ആദ്യത്തെ പോയിന്റ് ഒന്ന് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബാക്കിയുള്ളത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് എടുത്താൽ മതി. അപ്പൊ ആദ്യത്തെ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, അവിടെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഫംഗ്ഷൻ എന്തുവാണ്, നമ്മൾ അതിനെ കുറിച്ചിട്ട് പറഞ്ഞില്ലല്ലോ. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് ചെയ്യുന്നത്? സൊസൈറ്റിയിലുള്ള ഇൻഡിവിജ്വൽസിന്റെ സോഷ്യൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു പുതുതായിട്ട് ജനിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെ എന്താവശ്യമാണ്, എഡ്യൂക്കേഷൻ ആവശ്യമാണ്, അല്ലെങ്കിൽ അവന് വിദ്യാഭ്യാസം ആവശ്യമാണ് അല്ലെ. അപ്പൊ അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. സൊസൈറ്റിയിൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കണം അല്ലെ. സൊസൈറ്റിയിൽ കൃത്യമായിട്ടുള്ള എന്തുണ്ടായിരിക്കണം, ഒരു ഓർഡർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സോഷ്യൽ നീഡാണ്. അപ്പൊ ഇത് ഫുൾഫിൽ ചെയ്യുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഗവൺമെന്റ്, ലോ പോലുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതേപോലെ തന്നെ 2 വ്യക്തികൾക്ക് ഒന്നിച്ച് താമസിക്കണം എന്നുള്ളൊരു അല്ലെ, നമ്മൾ സോഷ്യൽ ബീയിങ് ആണ് അല്ലെ. ഒരിക്കലും ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒറ്റയ്ക്കൊരു താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല അല്ലെ. എല്ലാവർക്കും എന്താണ് ഒരു കൂട്ടാവശ്യമാണ്. അപ്പം ആ ഒരു സോഷ്യൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് മാരേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ എന്താണ് വ്യക്തികളുടെ സോഷ്യൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഓക്കെ, ആ ഒരു പോയിന്റ് ആഡ് ചെയ്യുക. പിന്നെ എന്താണ് നമുക്ക് ബാക്കി നമ്മൾ ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. ഇനി നമുക്ക് നോക്കാം, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ബീൻ സ്റ്റഡീഡ് ബൈ സോഷ്യോളജിസ്റ്റ് ഇൻ വേരിഡ് വേ. അപ്പൊ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സോഷ്യോളജിസ്റ്റുകൾ പല വഴികളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പല വ്യൂ പോയിന്റ്സിലൂടെ പഠിക്കുന്നുണ്ട്, പല പെർസ്പെക്റ്റീവ്സിലൂടെ പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പഠിക്കുന്ന 3 പ്രധാനപ്പെട്ട പെർസ്പെക്റ്റീവ്സ് ആണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. ഇവിടെ ഇതൊന്നും എഴുതണ്ട കേട്ടോ. ഇനി ഞാൻ വായിക്കുന്നത്, ബിലോ വി ലുക്ക് അറ്റ് സം ഓഫ് ദീസ് പെർസ്പെക്റ്റീവ്സ്, ഓൾ ഓഫ് ദീസ് പെർസ്പെക്റ്റീവ് ഹൈലൈറ്റ് സം ആസ്പെക്ട് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണ് മുകളിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാവ് ബീൻ സ്റ്റഡീഡ് ബൈ സോഷ്യോളജിസ്റ്റ് ഇൻ വേരിഡ് വേ എന്ന് എഴുതിയതിനു ശേഷം പെർസ്പെക്റ്റീവ്സിലോട്ട് പോയാൽ മതി. അപ്പൊ താഴെ നമ്മൾ കുറച്ചധികം പെർസ്പെക്റ്റീവ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചില ആസ്പെക്റ്റുകളാണ് ഓരോ പെർസ്പെക്റ്റീവ്സ് എന്ത് ചെയ്യുന്നത്, ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് 3 മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ താഴെ പഠിക്കുന്ന 3 പെർസ്പെക്റ്റീവ്സ് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് ഒരു ഡീപ്പനായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ പെർസ്പെക്റ്റീവിലോട്ട് പോവാം. ആദ്യത്തെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രം എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രം എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോഴും നമ്മൾ വാരി വലിച്ചൊന്നും എഴുതണ്ട. ഈ പറയുന്ന എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം ഇത്ര പെർസ്പെക്റ്റീവ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളതിൽ അതിലൊന്നാണ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞതിന് ശേഷം ഈ പറയുന്ന പോയിന്റ്സ് ആഡ് ചെയ്യാം. Okay, the functionalist perspectives look at the institution as part of a whole that is society. അപ്പൊ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു മൊത്തം സൊസൈറ്റിയുടെ പാർട്ടാണ് അല്ലെ. നമ്മൾ സൊസൈറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അതിൽ ഒരുപാട് എലമെന്റുകളുണ്ട്, ഒരുപാട് പാർട്ടുകളുണ്ട്.
അപ്പോൾ ഇവിടെ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഹോൾ സൊസൈറ്റിയുടെ പാർട്ടാണ്. അപ്പൊ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടി ചേരുമ്പോഴാണ് അതെന്താകുന്നത്, ഒരു സൊസൈറ്റി ആകുന്നത്. ഇപ്പൊ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിന് നമുക്കൊരു എക്സാമ്പിൾ പറയാം. എന്താണ്, ഇപ്പൊ നമ്മൾ ഹ്യൂമൻ ബോഡി എടുക്കുകയാണ്, നമുക്ക് ഒരുപാട് ഓർഗൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ ഓർഗൻസിന് എന്തുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഹാർട്ട് എടുക്കുകയാണ്, ലിവർ എടുക്കുകയാണ് അല്ലേ. അപ്പം ഓരോ ഓർഗൻസിനും, നമ്മുടെ ബോഡിയിലുള്ള ഓരോ ഓർഗൻസിനും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ ഓരോ ഓർഗൻസ് എന്താണ് ചെയ്യുന്നത്, അതിന്റെ ഫങ്ഷൻസ് കൃത്യമായിട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസും അതിന്റെ ഫങ്ഷൻസ് കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ആരോഗ്യത്തോട് കൂടിയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സൊസൈറ്റി. സൊസൈറ്റിയിൽ എന്താണ്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ എന്താണ്, അപ്പൊ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ് കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് സൊസൈറ്റി എന്താണ് ആരോഗ്യപരമായിട്ടിരിക്കുന്നത്. സൊസൈറ്റി നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിന്റെ ജോലി കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ഇപ്പൊ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, നമ്മുടെ സൊസൈറ്റിയിലുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അത് ബാധിക്കും, സൊസൈറ്റിയെ മൊത്തത്തിൽ ബാധിക്കും. ഇതാണ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നത്. ഇതാണ് അതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ശരീരം എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ബാക്കിയുള്ള ഓർഗൻസ് എല്ലാം നന്നായിട്ട് പ്രവർത്തിക്കുകയാണ്, നമ്മുടെ ഹാർട്ട് പ്രവർത്തിക്കുന്നില്ല, എന്ത് പറ്റും, നമ്മൾ മരിച്ചു പോകും. അതേപോലെ തന്നെയാണ് ഇവിടെയും. എന്താണ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുമ്പോൾ സൊസൈറ്റിയിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിൻ്റെതായിട്ടുള്ള ജോലി ചെയ്യുക. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിന്റെ ജോലി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മൊത്തം സൊസൈറ്റി അത് ബാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ. മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഇനി പറയുന്നത്, ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് സജസ്റ്റ് ദാറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫുൾഫിൽ ദ നീഡ് ഓഫ് ദ സൊസൈറ്റി ത്രൂ 5 ways. അപ്പൊ ഇവിടെ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നത് എന്താണ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് 5 മാർഗങ്ങളിലൂടെയാണ്, 5 വഴികളിലൂടെയാണ്. ആ 5 വഴികളാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. ദ ഫങ്ഷണൽ നീഡ് ഓഫ് എ സൊസൈറ്റി ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫുൾഫിൽ. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മുടെ സൊസൈറ്റിയുടെ എന്താണ് ആവശ്യങ്ങള്, സോഷ്യൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന 5 മാർഗങ്ങളിലൂടെയാണ്. ഒന്നാമത്തെ നമുക്ക് നോക്കാം, റീപ്ലേസ്മെന്റ് ഓഫ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, നമ്മൾ സൊസൈറ്റിയിൽ എന്ത് ആവശ്യമാണ്, വ്യക്തികളെ ആവശ്യമാണ്. അപ്പം വ്യക്തികളെ നമുക്കറിയാം, ഒരു സൊസൈറ്റി എടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഓരോ ആൾക്കാർ, 2 ആൾക്കാരോ 3 ആൾക്കാരോ 10 ആൾക്കാരോ ഒക്കെ ഇങ്ങനെ മരിച്ചു പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത്, പുതുതായിട്ടുള്ള വ്യക്തികളെ അവിടെ റീപ്ലേസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ് റീപ്ലേസ്മെന്റ് ഓഫ് പേഴ്സണൽ ദാറ്റ് ദ സൊസൈറ്റി ലോസസ് ആസ് എ റിസൾട്ട് ഓഫ് ഡെത്ത് അല്ലെ. ഡെത്ത് കാരണം എന്താണ്, സൊസൈറ്റിക്ക് ഒരുപാട് ഒരുപാട് വ്യക്തികളെ നഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് മരണങ്ങൾ ഉണ്ടാവുന്നത്, പ്രായമായിട്ട്, ഡിസീസസ് ഉണ്ടായിട്ട്, മൈഗ്രേഷനിലൂടെ, ഇവിടെ നിന്ന് ആൾക്കാർ വേറെ സൊസൈറ്റിയിലോട്ട് പോകാറുണ്ട് അല്ലെ, യുദ്ധത്തിലൂടെയൊക്കെ നമുക്ക് ഇൻഡിവിജ്വൽ ലോസസ് ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിനെ റീപ്ലേസ് ചെയ്യുന്നത് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ദിസ് ഈസ് ഡൺ ത്രൂ ആഡിങ് ന്യൂ മെമ്പേഴ്സ് ബൈ ദ മീൻസ് ഓഫ് ഇമിഗ്രേഷൻ, അനക്സേഷൻ ഓർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇത് 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഈ 3 ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് നമ്മൾ നമ്മുടെ സൊസൈറ്റിയിലോട്ട് പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത്. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അറിയാലോ. അനക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പം നമ്മുടെ സൊസൈറ്റി കുറച്ചുകൂടെ വിപുലമാക്കുകയാണ് അല്ലെ, അടുത്തൊരു സൊസൈറ്റിയും കൂടെ ചേർത്തിട്ട് നമ്മുടെ സൊസൈറ്റി ആക്കുമ്പം പുതിയ മെമ്പേഴ്സ് അവിടെ ആഡ് ആവും. അതാണ് കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് അനക്സേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് ഓൾറെഡി അറിയാം. ഓക്കെ, ഇനി എന്താണ് സോഷ്യലൈസേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ന്യൂ മെമ്പേഴ്സ്. പുതുതായിട്ട് വരുന്ന മെമ്പേഴ്സിന് എന്താണ് വിദ്യാഭ്യാസം കൊടുക്കുക, സോഷ്യലൈസേഷൻ കൊടുക്കുക. സോഷ്യലൈസേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഈ പേപ്പറിൽ തന്നെ സോഷ്യലൈസേഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. സോഷ്യലൈസേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെന്തുവാണ് പ്രൊഡക്ഷൻ, സർക്കുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ടൈപ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊഡക്ഷനും സർക്കുലേഷനും ഡിസ്ട്രിബ്യൂഷനും കൃത്യമായിട്ട് നടത്തുക എന്നുള്ളത് അടുത്ത എന്താണ് ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ നമ്മൾ മുകളിൽ പറഞ്ഞായിരുന്നല്ലോ, എന്തുവാണ് നമ്മൾ മുകളിൽ പറഞ്ഞത്, എന്താണ് സൊസൈറ്റിയുടെ നീഡ്സ് 5 മാർഗങ്ങളിലൂടെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഇതൊരു നീഡാണ് അല്ലെ, നമുക്ക് ഗുഡ്സ് സർവീസസ് ജനങ്ങളിലോട്ട് കൃത്യമായിട്ട് എത്തിക്കുക, അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് സർക്കുലേറ്റ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി 4ാമത് പറയുന്നത് എന്തുവാണ്, പ്രൊവൈഡിങ് ആൻ ഓർഡർ ടു ഡേ ഇന്ററാക്ഷൻ ആൻഡ് ഗവേണൻസ്.
while simultaneously preserving this order through defending against outside attack, ത്രെറ്റനിങ് ദ ഓർഡർ ഓഫ് ദ സൊസൈറ്റി. അപ്പൊ എന്താണ് നമ്മുടെ ഡേ ടു ഡേ ഇന്ററാക്ഷനിൽ കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ ആണല്ലോ. അതായത് നമുക്ക് എന്താണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ സൊസൈറ്റിയിൽ ഉണ്ടാകണം. അതായത് ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ കുറേയധികം എന്താണ് കലാപങ്ങൾ നടക്കുവാണ്. അങ്ങനെ അപ്പൊ നമ്മുടെ ഒരു സോഷ്യൽ നീഡ് എന്ന് പറയുന്നത് എന്താണ്? അതിൽ നിന്ന് മാറി നിൽക്കുക. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തുണ്ടാകാൻ പാടില്ല? കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ പാടില്ല, ഇതുപോലുള്ള കലാപങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഒരു സോഷ്യൽ നീഡാണ്. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ പറയുന്ന ഡേ ടു ഡേ ഇന്ററാക്ഷനിൽ കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ ആണല്ലോ. അതായത് പ്രിസർവിംഗ് ദിസ് ഓർഡർ ത്രൂ ഡിഫെൻഡിങ് അഗെയിൻസ്റ്റ് ഔട്ട്സൈഡ് അറ്റാക്ക് ത്രെറ്റനിങ് ദ ഓർഡർ ഓഫ് സൊസൈറ്റി. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയുടെ ഓർഡറിന് ഭീഷണിയായിട്ട് വരുന്നത് എന്താണ്? ഔട്ട്സൈഡ് അറ്റാക്ക് ആണ്, പുറത്തു നിന്നുള്ള അറ്റാക്ക്. ഇതിനെ കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഓർഡർ പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് സമാധാനപരമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സോഷ്യൽ നീഡാണ്. അത് ഫുൾഫിൽ ചെയ്യുന്നത് ഇതിലൂടെയാണ്. ഓക്കെ ആണല്ലോ. ഇനി അഞ്ചാമത്തേതായിട്ട് പറയുന്നത് എന്താണ്? പ്രൊമോട്ടിങ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ആൻഡ് പർപ്പസ് ബൈ അലോയിങ് പീപ്പിൾ ടു ഫോം അസോസിയേഷൻ സച്ച് എസ് റിലീജിയൻ, കൾച്ചർ, ലാംഗ്വേജ് എക്സെട്ര. അപ്പൊ നമുക്ക് ഒന്നിച്ച് കൂട്ടമായിട്ട് ഗ്രൂപ്പായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം, അല്ലെ? എല്ലാ സൊസൈറ്റിയിലെ എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു അസോസിയേഷൻ ഫോം ചെയ്യണം, ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. അതൊരു സോഷ്യൽ നീഡാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്? പ്രൊമോട്ടിങ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, ഒന്നിച്ച് ഒരു കൂട്ടമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ആൻഡ് പർപ്പസ് ബൈ അലോയിങ് പീപ്പിൾ ടു ഫോം, അതിനു വേണ്ടിയിട്ട് എന്ത് ആണ്? അവിടെയുള്ള വ്യക്തികൾക്ക് അസോസിയേഷൻസ് ഫോം ചെയ്യണം. അസോസിയേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? റിലീജിയൻ ഒരു അസോസിയേഷൻ ആണ്, കൾച്ചർ, ലാംഗ്വേജ്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അസോസിയേഷൻസ് ക്രിയേറ്റ് ചെയ്ത് ഫോം ചെയ്ത് എന്താണ്? ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫംഗ്ഷൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ നോക്കാനുള്ളത്? ഈ പറയുന്ന ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നോക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് ആണ്. അപ്പൊ രണ്ടാമത്തെ പെർസ്പെക്റ്റീവ് ആണ് എന്താണ്? ദ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് agrees with the functionalist perspective insofar as to admit institution fulfill basic need of society. അപ്പൊ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്തിനെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്? അതായത് നമ്മുടെ സൊസൈറ്റിയുടെ ബേസിക് നീഡ് ഫുൾഫിൽ ചെയ്യുന്നത്, ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്സിൽ പറയുന്നുണ്ട്. ഇത് ആര് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്? കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നത് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷന് ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. ഓക്കെ ആണല്ലോ. പിന്നെന്താണ് പറയുന്നത്? ഹോവർ, എന്നിരുന്നാലും എന്താണ്? കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് ആർഗ്യൂസ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ടു എസ്റ്റാബ്ലിഷ് ഹൈറാർക്കീസ് ആൻഡ് പെർപെച്വേറ്റ് ഇൻഇക്വാലിറ്റീസ്. എന്നിരുന്നാലും കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്സ് ആർഗ്യൂ ചെയ്യുന്നത് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ സൊസൈറ്റിയിൽ ഹൈറാർക്കീസ് ഉണ്ടാക്കുന്നത്, അസമത്വം ഉണ്ടാക്കുന്നത്, ഇൻഇക്വാളിറ്റീസ് ഉണ്ടാക്കുന്നത് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പല സൊസൈറ്റിയിലെയും ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒപ്രസീവ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ സൊസൈറ്റിയിൽ എന്താണ്? അസമത്വം പോലുള്ള അല്ലെങ്കിൽ ഹൈറാർക്കീസ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്താണ്? ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് ഫർദർ? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫാമിലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും അധികാരിയായിട്ടുള്ളത് ഒരു പുരുഷനായിരിക്കും. അവിടെ ഏറ്റവും അധികാരം കുറഞ്ഞത് സ്ത്രീ ആയിരിക്കും. ഇതാണ് ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ എവിടെ പോയി കഴിഞ്ഞാലും ഈ പറയുന്ന ഹൈറാർക്കി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഹൈറാർക്കിക്ക് കാരണമായിട്ട് പറയുന്നത് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത് ആരാണ് പറയുന്നത്? കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് ആണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് ഫർദർ സ്ട്രെസ്സസ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ടുവേർഡ്സ് മെയിൻ്റെനൻസ് ഓഫ് പ്രിവിലേജ്. അപ്പൊ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് വീണ്ടും വീണ്ടും ഊന്നി പറയുന്നത് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്? പ്രിവിലേജ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സൊസൈറ്റിയിൽ പുരുഷന്റെ പ്രിവിലേജ് മെയിൻറ്റെയിൻ ചെയ്തു പോവുക എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സൊസൈറ്റിയിൽ മുതലാളിമാരുടെ പ്രിവിലേജ് എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്തു പോവുക എന്നുള്ളത്. എപ്പോഴും കഷ്ടപ്പെടുന്നവൻ എപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കണം, ഒപ്രസ് ചെയ്യപ്പെടുന്ന സ്ത്രീകൾ എപ്പോഴും ഒപ്രസ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. അപ്പം പ്രിവിലേജ് അനുഭവിക്കുന്നവന് സുഖിച്ച് ജീവിക്കുന്നവൻ എന്നും സുഖിച്ച് ജീവിക്കണം. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക് ചെയ്യുന്നതെന്നാണ് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നത്.
Relatedly, conflict perspective highlights the institutions are both exclusionary and oppressive to those that institution disadvantages. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷന് പ്രശ്നം ഉണ്ടാക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ പുറത്താക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ. അതോടൊപ്പം തന്നെ അവരെ എന്ത് ചെയ്യും? അടിച്ചമർത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എക്സ്ക്ലൂഷണറി ആണ്, ഒപ്രസീവ് ആണ്. ആരോട്? ഇൻസ്റ്റിറ്റ്യൂഷന് ഭീഷണിയാകുന്നവരെ എന്ത് ചെയ്യും? ഒപ്രസ് ചെയ്തേക്കാം, അല്ലെങ്കിൽ അവരെ എന്താണ് പുറത്ത് ആക്കിയേക്കാം. പിന്നെന്താണ് ഇവിടെ പറയുന്നത്? ഫോർ ഇൻസ്റ്റൻസ്, കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് സ്ട്രെസ്സസ് ദാറ്റ് വിമൻ വിത്തിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി ഫേസ് ലേബർ എക്സ്പ്ലോയിറ്റേഷൻ. ഇപ്പൊ അവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സ്ത്രീകളുടെ കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള സ്ത്രീകൾ ഫേസ് ചെയ്യുന്നത് എന്താണ്? ലേബർ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. മനസ്സിലാവുന്നുണ്ട്? പല രീതിയിലുള്ള ലേബർ എക്സ്പ്ലോയിറ്റേഷൻ മാത്രമല്ല, പല രീതിയിലുള്ള ഓപ്പറേഷൻസ്, എക്സ്പ്ലോയിറ്റേഷൻ സ്ത്രീകൾ നേരിടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? അൺലൈക്ക് ദ ഫോമർ ടു, ഇപ്പൊ നമ്മൾ ആദ്യം പഠിച്ച ഫംഗ്ഷനലിസ്റ്റ് പെർസ്പെക്റ്റീവ് പോലെയോ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് പോലെ അല്ല. is interested in the microcosmic view of how institution play out in actual interaction. അപ്പം ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഒരു മൈക്രോ കോസ്മിക് വ്യൂ ആണ്. മറ്റേതൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നതാണ്, ഒരു മാക്രോ കോസ്മിക് വ്യൂ ആണ്. നമ്മൾ ഇതിലോട്ട് പോകുമ്പോൾ ജനറൽ ആയിട്ടല്ല പറയുന്നത്, എന്താണ്? ഒരു മൈക്രോ കോസ്മിക് വ്യൂയിലൂടെയാണ് നമ്മൾ പറയുന്നത്. ഒരു ആക്ച്വൽ ഇന്ററാക്ഷനിൽ എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു പെർസ്പെക്റ്റീവില് പറയുന്നത്. ഇന്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് ആർഗ്യൂസ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം അവർ ഡെയിലി ഇന്ററാക്ഷൻ ആൻഡ് ബിഹേവിയർ. ഇപ്പൊ ഇന്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ്സ് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മുടെ ഡെയിലി ഇന്ററാക്ഷൻസിനെ, ബിഹേവിയറിനെ ഫ്രെയിം ചെയ്യുന്നത്. അല്ലെ, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബിഹേവ് ചെയ്യാറുണ്ട്, ഇന്ററാക്ട് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഫ്രെയിം ചെയ്യുന്നത് ആരാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവർ ഡേ ടു ഡേ ഇന്ററാക്ഷൻസ് ആൻഡ് ബിഹേവിയർ ആർ കണ്ടീഷൻഡ് ബൈ ദ റോൾസ് ആൻഡ് സ്റ്റാറ്റസ്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അപ്പൊ നമ്മുടെ ഡേ ടു ഡേ ഇന്ററാക്ഷൻസ്, ബിഹേവിയറും കൃത്യമായിട്ട് കണ്ടീഷൻ ചെയ്യുന്നത് ആരാണ്? റോൾസ് ആൻഡ് സ്റ്റാറ്റസ് ആണ്. ഇപ്പൊ നമ്മൾ സൊസൈറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് റോൾസും സ്റ്റാറ്റസും ഉണ്ടായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ എനിക്കുള്ള ഒരു റോള്, ഞാൻ ചിലപ്പോൾ ഒരു അധ്യാപകനായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വരുമ്പോൾ ഒരു അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ ഞാനൊരു ഭർത്താവായിരിക്കാം, ഞാനൊരു മകനായിരിക്കാം. അപ്പൊ ഈ റോൾസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്? ഇന്ററാക്ട് ചെയ്യുന്നത്, ബിഹേവ് ചെയ്യുന്നത്. ഇപ്പൊ എൻ്റെ മകളോട് ഞാൻ ഇന്ററാക്ട് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഒരു അച്ഛൻ എന്ന് പറയുന്ന ഒരു റോൾ വെച്ചിട്ടായിരിക്കും. അപ്പം എൻ്റെ ഒരു ബിഹേവിയർ വേറെ ആയിരിക്കും, എൻ്റെ ഒരു ഇന്ററാക്ഷൻ വേറെ ആയിരിക്കും. അതേപോലെ തന്നെ ഞാനൊരു ഭർത്താവായിട്ട് വൈഫിനോട് ബിഹേവ് ചെയ്യുന്നത് വേറൊരു രീതിയിലായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്ററാക്ഷനും ബിഹേവിയറിനെയും കണ്ടീഷൻ ചെയ്യുന്നത് റോൾ ആൻഡ് സ്റ്റാറ്റസ് ആണ്. സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്? പൊസിഷൻ ആണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു പോലീസുകാരൻ, അപ്പൊ അദ്ദേഹത്തിന്റെ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ബിഹേവ് ചെയ്യുന്നത്, ഇന്ററാക്ട് ചെയ്യുന്നത് വേറൊരു രീതിയിലായിരിക്കും. നേരെ മറിച്ച് അയാൾ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് അദ്ദേഹം ഇന്ററാക്ട് ചെയ്യുന്നതും ബിഹേവ് ചെയ്യുന്നതും മറ്റൊരു രീതിയിലായിരിക്കും. ഓക്കെ ആണല്ലോ? ഇതാണ് ഇന്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, ജസ്റ്റ് മെസ്സേജ് ഇടുക. ഓക്കെ, അപ്പൊ ഇത് ഇന്ന് തന്നെ എഴുതിയെടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.